ഒരു പഠനപ്രകാരം ഈ വിഷയം ഇങ്ങനെ വിശദീകരിക്കപ്പെടുന്നു. വായുമണ്ഡലത്തിന് വിവിധ പാളികളുള്ളതായി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുകയുണ്ടായി. വിവിധ തരത്തിലുള്ള വാതകങ്ങളും പ്രകൃത്യാലുള്ള സമ്മർദ്ദവും ഓരോ പാളിയെയും വേർതിരിക്കുന്നു. ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള പാളിയെ ട്രോപ്പോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ സിംഹഭാഗവും, അതായത് ഏകദേശം 90% ട്രോപ്പോസ്ഫിയറിൽ ഉൾപ്പെടുന്നു. അതിനു മുകളിലുള്ള പാളിയെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് വിളിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയറിന്റെ ഭാഗമായ ഓസോൺ പാളി അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുന്നു. അതിനു മുകളിലുള്ള പാളിയെ മീസോസ്ഫിയർ എന്ന് വിളിക്കുന്നു. അടുത്തത് തെർമോസ്ഫിയർ. ഇത് മീസോസ്ഫിയറിന് മുകളിലായി നിലകൊള്ളുന്നു. തെർമോസ്ഫിയറിനകത്ത് അയണീകരിക്കപ്പെട്ട വാതകങ്ങൾ ചേർന്ന് മറ്റൊരു പാളി രൂപം കൊള്ളുന്നു. ഇതിനെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഭൗമാന്തരീക്ഷത്തിൽ നിന്ന് ഏറ്റവും അകലെ, ഏകദേശം 480 കിലോമീറ്റർ മുതൽ 960 കിലോമീറ്റർ വരെ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന പാളിയെ എക്സോസ്ഫിയർ എന്നും വിളിക്കുന്നു.